ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിൻജന്റ് കോൺട്രാക്ട് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 31 to 36 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് കണ്ടിൻജന്റ് കോൺട്രാക്ടിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോകാം. കണ്ടിൻജന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സബ്ജക്ട് ടു ചാൻസ്, അതായത് അവസരത്തിന് അനുയോജ്യമായിട്ടിരിക്കും, അതല്ലെങ്കിൽ അവസരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, അതല്ലെങ്കിൽ കണ്ടീഷന്റെ പുറത്ത് എന്നുള്ളതൊക്കെയാണ്. സെക്ഷൻ 31 ഓഫ് ദ ആക്ട് ആണ് കണ്ടിൻജന്റ് കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ കണ്ടിൻജന്റ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യണം എന്നോ അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടോ ഉണ്ടാക്കുന്ന കോൺട്രാക്ട് ആണ്. ഇഫ് എപ്പോഴൊക്കെയാണ്? സം ഇവന്റ് കൊളാറ്ററൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. ആ കോൺട്രാക്റ്റുമായി അനുബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നടക്കുകയോ അതല്ലെങ്കിൽ നടക്കാണ്ടിരിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. എനിക്കും ഈ ഒരു ഡെഫിനിഷൻ ആദ്യം വായിച്ചപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തന്നെ ആട്ടോ ഉണ്ടായിട്ടുള്ളത്. സോ നമുക്കതൊരു സിംപ്ലർ വേയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു കണ്ടീഷന് പുറത്ത് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന വ്യക്തി ആദ്യം തന്നെ പറയും, ഇന്ന കാര്യങ്ങൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യപ്പെടും, അതല്ലാത്ത പക്ഷം ഈ കോൺട്രാക്ട് പറഞ്ഞിട്ടുള്ള കാര്യം പെർഫോം ചെയ്യില്ല. സോ നമ്മുടെ പ്രോമിസർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് നടക്കും. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ വിളിക്കുന്ന പേരാണ് കണ്ടിൻജന്റ് കോൺട്രാക്ട്. അതായത് ഒരു കണ്ടീഷന് പുറത്തുണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളാണ് കണ്ടിൻജന്റ് കോൺട്രാക്ട്. ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. A contracts to pay to B rupees 20,000. A എന്നുള്ള വ്യക്തിയും B എന്നുള്ള വ്യക്തിയും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ്. ആൻഡ് A പറയുകയാണ്, ഞാൻ ബിക്ക് 20,000 രൂപ കൊടുക്കാം. എപ്പോഴാണ്? ഇഫ് ബീസ് ഹൗസ് ഇസ് ബേൺഡ്. ബിയുടെ വീട് കത്തിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ. ഇവിടെ A കോൺട്രാക്റ്റിന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ബി എന്നുള്ള വ്യക്തിയുടെ വീട് കത്തിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ എ ബിക്ക് 20,000 രൂപ കൊടുക്കും. സോ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ എ മുന്നോട്ട് വെച്ച കണ്ടീഷൻ നടക്കാത്ത പക്ഷം ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യപ്പെടില്ല. സിമ്പിൾ ആണ്. അതായത് ഒരു കണ്ടീഷന്റെ പുറത്തുണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളാണ് കണ്ടിൻജന്റ് കോൺട്രാക്ട്. സോ ഈ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഓൺ എ ഫ്യൂച്ചർ ഇവന്റ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ പുറത്താണ് ഈ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്. അതായത് നടന്നു പോയ കാര്യത്തിന്റെ മുകളിൽ നമുക്ക് കണ്ടിൻജന്റ് കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് ഭാവിയിൽ നടക്കാൻ പോകുന്നത് നിന്റെ വീട് കത്തിപ്പോയാൽ, സോ ഭാവിയിൽ നടക്കുന്ന ഒരു ഇവന്റിന്റെ പുറത്തായിരിക്കും കണ്ടിൻജന്റ് കോൺട്രാക്ട് ഉണ്ടാക്കുക. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അൺസർട്ടൈൻ ഇവന്റ് ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പെർട്ടിക്കുലർ കാര്യം നടക്കുമോ അതല്ലെങ്കിൽ നടക്കാണ്ടിരിക്കുമോ എന്നുള്ളത്. ബിയുടെ വീട് കത്തിപ്പോവുമോ അതല്ലെങ്കിൽ കത്തിപ്പോവാണ്ടിരിക്കുമോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു അൺസർട്ടൈൻ ഇവന്റിന്റെ മുകളിലായിരിക്കും കണ്ടിൻജന്റ് കോൺട്രാക്ട് ഉണ്ടാക്കുക. അതായത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഇവന്റ് ആയിരിക്കും. മൂന്നാമതായിട്ട് കൊളാട്രൽ ഇവന്റ്. കൊളാട്രൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഇവന്റ് ആയിരിക്കണം. സോ സിമ്പിൾ ആണ് കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്താണ് എന്നുള്ളത്. ഇനി നമുക്ക് സെക്ഷൻ 32 നോക്കാം. അതായത് എൻഫോഴ്സ്മെന്റ് ഓഫ് കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ആൻ ഇവന്റ് ഹാപ്പനിങ്. അതായത് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ക്രിയേറ്റ് ചെയ്ത കോൺട്രാക്റ്റിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഭാവിയിൽ ഈ ഒരു പെർട്ടിക്കുലർ അൺസർട്ടൈൻ ഇവന്റ്, അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു ഇവന്റ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ അൺസർട്ടൈൻ ഇവന്റ് നടക്കാത്ത പക്ഷം ഒരിക്കലും നിയമപ്രകാരം നമുക്ക് ഈ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുകയില്ല. If the event becomes impossible, such contracts become void.
ഇപ്പോൾ അൺസർട്ടൈൻ ഇവന്റ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് എന്നിരിക്കട്ടെ, അതായത് ഒരിക്കലും നടക്കാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ആ കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ടും മാറും. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. അതായത് എ എന്നുള്ള വ്യക്തി ബി എന്നുള്ള വ്യക്തിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ്. അതായത് എ എന്നുള്ള വ്യക്തി ബിക്ക് തൻ്റെ കുതിരയെ ഒരു നിശ്ചിത എമൗണ്ടിന് വിൽക്കാം. ബട്ട് അയാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ ഓൾറെഡി ആ കുതിരയെ സി എന്നുള്ള വ്യക്തിക്ക് വിൽക്കാമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സി ആ ഓഫർ നിരസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും എ ബിക്ക് ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് ആ കുതിരയെ വിൽക്കുകയുള്ളൂ എന്നുള്ളത്. ഇവിടെ സി എന്നുള്ള വ്യക്തി ആ കുതിരയെ വാങ്ങാൻ നിരസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടിൻജന്റ് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സി ഈ ഓഫർ നിരസിക്കാത്ത പക്ഷം ആ ഒരു പെർട്ടിക്കുലർ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുകയില്ല. വേറൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. എ കോൺട്രാക്ട്സ് ടു പേ ബി എ സം ഓഫ് മണി വെൻ ബി മാരി സി. എ എന്നുള്ള ഒരു വ്യക്തി ബി എന്നുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ്. അതായത് ബി എന്നുള്ള വ്യക്തി സി എന്നുള്ള വ്യക്തിയെ കല്യാണം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എ ഒരു നിശ്ചിത തുക ബിക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട്. സി ഡൈസ് വിത്തൗട്ട് ബീയിങ് മാരീഡ് ടു ബി. ഇവിടെ എന്താണ്, സി എന്നുള്ള വ്യക്തി ബി എന്ന വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ മരിച്ചു പോവുകയാണ്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ ഒരു കോൺട്രാക്ട് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയാണ്. അതായത് ഇത് എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ഇവന്റ് ആണ്. നമ്മുടെ സി എന്നുള്ള വ്യക്തി മരിച്ചു പോവുകയാണ് ബി എന്നുള്ള വ്യക്തിയെ കല്യാണം കഴിക്കാണ്ട് തന്നെ. സോ ഇത് നടക്കാൻ പറ്റാത്തൊരു ഇവന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്ട് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയാണ്. ഇനി നമുക്ക് സെക്ഷൻ 33 നോക്കാം. സെക്ഷൻ 32ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് 33 എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു പെർട്ടിക്കുലർ കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോൺട്രാക്റ്റിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് നടന്നിട്ടില്ലെങ്കിൽ മാത്രമായിരിക്കും ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യുകയുള്ളൂ എന്നാണ്. സോ ആ ഒരു പെർട്ടിക്കുലർ അൺസർട്ടൈൻ ഇവന്റ് ഇമ്പോസിബിൾ ആവുകയാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ ഒരു അൺസർട്ടൈൻ ഇവന്റ് നടക്കാണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിയമപ്രകാരം നമുക്ക് ഈ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നേരത്തെ സെക്ഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു അൺസർട്ടൈൻ ഇവന്റ് ഹാപ്പൻ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഇവന്റ് ഹാപ്പൻ ചെയ്തിട്ടില്ലെങ്കിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. എ അഗ്രീസ് ടു പേ ബി എ സം ഓഫ് മണി ഇഫ് certain ship does not return. എ എന്നുള്ള വ്യക്തി ബി എന്നുള്ള വ്യക്തിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഷിപ്പ് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ മാത്രം എ ബിക്ക് ഒരു നിശ്ചിത തുക കൊടുക്കാമെന്ന്. എന്തുണ്ടായി, ഈ കപ്പൽ അങ്ങ് മുങ്ങിപ്പോയി പറയുമ്പോൾ ആ കപ്പലിന് പിന്നെ തിരിച്ചു വരാൻ കഴിയുകയില്ല. സോ ആ ഷിപ്പ് എപ്പോൾ മുങ്ങുന്നു അത് തൊട്ട് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടിൻജന്റ് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് സെക്ഷൻ 34 നോക്കാം. സോ സെക്ഷൻ 34 പ്രകാരം ഭാവിയിൽ ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു പെർട്ടിക്കുലർ കണ്ടിൻജന്റ് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ആൻഡ് അത്തരം ആ ഒരു വ്യക്തി ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് സംഭവിക്കുന്നത് ഇമ്പോസിബിൾ ആക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സംഭവത്തിനെ, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ ഇമ്പോസിബിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുക. സോ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് ഒരു തേർഡ് പാർട്ടിയുടെ ആക്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഭാവിയിൽ ഒരു തേർഡ് പാർട്ടി എങ്ങനെ ആക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ആൻഡ് ആ വ്യക്തി ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് ഇമ്പോസിബിൾ ആക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ ഇവന്റിനെ നമ്മൾ ഇമ്പോസിബിൾ ആയിട്ട് തന്നെയാണ് കണക്കാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. എ അഗ്രീസ് ടു പേ ബി എ സം ഓഫ് മണി ഇഫ് ബി മാരി സി. എ എന്നുള്ള വ്യക്തി ബിയോട് പറയുകയാണ്, ബി എന്നുള്ള നിങ്ങൾ സി എന്നുള്ള വ്യക്തിനെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് തരാം എന്നുള്ളത്.
പക്ഷെ എന്താ ഉണ്ടായത്? സി എന്നുള്ള വ്യക്തി ഡി എന്നുള്ള വ്യക്തിനെയാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായത്. സോ ഈ ഒരു സന്ദർഭത്തിൽ ബിയും സിയും തമ്മിലുള്ള ഒരു കല്യാണത്തിനെ നമ്മൾ ഇമ്പോസിബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഭാവിയിൽ നമ്മുടെ ഡി മരിച്ചിട്ട് സി വീണ്ടും ബിയെ കല്യാണം കഴിക്കാനൊക്കെ കല്യാണം കഴിക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു മൊമെന്റിൽ നമ്മൾ ഈ ഒരു ഇവന്റിനെ ഇമ്പോസിബിൾ ആയിട്ടാണ് കണക്കാക്കുക. ഇനി നമുക്ക് സെക്ഷൻ 35 നോക്കാം. സോ സെക്ഷൻ 35 പ്രകാരം ഒരു ഫ്യൂച്ചർ അൺസർട്ടൈൻ ഇവന്റ് ഒരു ഫിക്സഡ് ടൈമിന്റെ ഉള്ളിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യും. സോ ആ ഫ്യൂച്ചർ അൺസർട്ടൈൻ ഇവന്റ് ആ ഫിക്സഡ് ടൈമിന്റെ ഉള്ളിൽ സംഭവിക്കാണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് ഇമ്പോസിബിൾ ആവുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ആ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിനെ ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ഒരു അൺസർട്ടൈൻ ഇവന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടിൻജന്റ് കോൺട്രാക്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ആ ഇവന്റ് ആ ഫിക്സഡ് ടൈമിന്റെ ഉള്ളിലല്ല നടന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ ആ സമയത്തിന്റെ ഉള്ളിൽ അത് നടന്നില്ല, അതല്ലെങ്കിൽ ആ ഒരു ഇവന്റ് നടക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആവുകയാണ് എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ആ കോൺട്രാക്റ്റിനെ ഒരു വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു അൺസർട്ടൈൻ ഇവന്റ് നടക്കാൻ പാടില്ല. അതായത് ഈ ഒരു അൺസർട്ടൈൻ ഇവന്റ് ഈ ഒരു ഫിക്സഡ് ടൈമിൻ്റെ ഉള്ളിൽ നടന്നിട്ടില്ലെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നിശ്ചിത സമയം കഴിഞ്ഞിട്ടാണ് ആ ഇവന്റ് നടന്നിട്ടുണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ ആ ഒരു സംഭവം ഇമ്പോസിബിൾ ആയിട്ടുണ്ടായിരിക്കണം. അതായത് ആ സംഭവം ആ ഒരു അൺസർട്ടൈൻ ഇവന്റ് നടന്നിട്ടേ ഉണ്ടായിരിക്കരുത്. അതല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് ടൈം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ ഒരു അൺസർട്ടൈൻ ഇവന്റ് നടന്നിട്ടുണ്ടായിരിക്കേണ്ടത്. സോ അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു കോൺട്രാക്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നുണ്ടാവുക. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഒന്നെന്ന് പറയുന്നത് കണ്ടിൻജന്റ് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ ഒരു അൺസർട്ടൈൻ ഇവന്റ് നടന്നിട്ടുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തിന് ഉള്ളിൽ ഈ ഒരു പെർട്ടിക്കുലർ അൺസർട്ടൈൻ ഇവന്റ് നടക്കാൻ പാടില്ല, എങ്കിൽ മാത്രമാണ് ഈ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യുകയുള്ളൂ. സോ ആ ടൈമിൻ്റെ ഉള്ളിൽ ഈ കാര്യം നടക്കാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും? ഈ കോൺട്രാക്റ്റിനെ എൻഫോഴ്സ് ചെയ്യിക്കും. നമുക്ക് ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. എ എന്നുള്ള വ്യക്തി ബി എന്നുള്ള വ്യക്തിയോട് പ്രോമിസ് ചെയ്യാണ്. അതായത് ഒരു വർഷത്തിനുള്ള ഒരു പെർട്ടിക്കുലർ ഷിപ്പ് കടലിൽ പോയിട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എ ബിക്ക് ഇത്ര പൈസ കൊടുക്കാമെന്നുള്ളത്. ആ ഒരു വർഷത്തിനുള്ള ആ ഷിപ്പ് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് നടപ്പിലാക്കാം. ബട്ട് ആ ഒരു വർഷത്തിനുള്ള ആ ഷിപ്പ് തിരിച്ചു വന്നില്ല, അത് കത്തി നശിക്കുകയാണ്. അതായത് ഷിപ്പ് കത്തി നശിച്ചു ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ. സോ അതെന്തായി? അത് ഇമ്പോസിബിൾ ആയി. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ കോൺട്രാക്ട് വോയിഡ് ആയിട്ട് മാറും. രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. A promises to pay B a sum of money if a certain ship does not return within a year. A എന്നുള്ള ആള് ബി എന്നുള്ള വ്യക്തിയോട് പ്രോമിസ് ചെയ്യുകയാണ്, ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഈ ഷിപ്പ് തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര പൈസ തരാമെന്നുള്ളത്. സോ ആ ഒരു വർഷത്തിനുള്ള ആ ഷിപ്പ് തിരിച്ചു വരാത്ത പക്ഷമോ അതല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ള ആ ഷിപ്പ് കത്തി നശിക്കുകയാണ് എന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യാം? എ ബിക്ക് ആ പൈസ കൊടുക്കണം. അതായത് നമുക്ക് ആ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാം. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സെക്ഷനിലെ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫിക്സഡ് ടൈമിന്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവന്റ് ഹാപ്പൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടിൻജന്റ് കോൺട്രാക്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തേതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഫിക്സഡ് ടൈമിന്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ അൺസർട്ടൈൻ ഇവന്റ് നടക്കാണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ ഇമ്പോസിബിൾ ആവുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ട് നടപ്പിലാക്കും. ഇനി നമുക്ക് സെക്ഷൻ 36 നോക്കാം. അതായത് ഒരിക്കലും നടക്കാൻ പോവാത്ത ഒരു സംഭവം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ
ഇന്ന കാര്യം ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റർ ചെയ്യുന്ന കണ്ടിൻജന്റ് എഗ്രിമെന്റ്സിനെ വോയിഡ് എഗ്രിമെന്റ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Whether the impossibility of the event is known or not to the parties to the agreement at the time when it is made. ഇവിടെ ഇപ്പോൾ അവർക്ക് അറിഞ്ഞാലും ഈ ഇമ്പോസിബിലിറ്റിയെ കുറിച്ചിട്ട് ഓപ്പോസിറ്റ് പേഴ്സണ് അറിഞ്ഞാലും കുഴപ്പമില്ല അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഇമ്പോസിബിൾ ഇവന്റ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാണ്ടിരിക്കാം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന എഗ്രിമെന്റിനെ നമ്മൾ വോയിഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇല്ലുസ്ട്രേഷൻ നോക്കാം. A agrees to pay B ₹1000 if two straight lines should enclose a space. The agreement is void. A എന്നുള്ള വ്യക്തി B എന്നുള്ള വ്യക്തിയോട് പറയാണ്, രണ്ട് സ്ട്രെയിറ്റ് വര ഉപയോഗിച്ചിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ സ്പേസ് കവർ ചെയ്യാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ എ ബിക്ക് 1000 രൂപ കൊടുക്കാമെന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അതായത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സറൗണ്ടിങ്ങിനെ എൻക്ലോസ് ചെയ്യാൻ കഴിയില്ല. ഇത് അതുകൊണ്ട് തന്നെ ഒരു വോയിഡ് എഗ്രിമെന്റ് ആണ്. അതുപോലെ വേറൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. A agrees to pay B ₹1000 if B will marry A's daughter C. C was dead at the time of the agreement. The agreement is void. A എന്നുള്ള വ്യക്തി ബിയോട് പറയാണ്, നിങ്ങൾ ബി എൻ്റെ മകളായിട്ടുള്ള സീനെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 1000 രൂപ തരാം. പക്ഷെ ആ എഗ്രിമെന്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എയുടെ ഡോട്ടർ ഓൾറെഡി മരണപ്പെട്ടിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു വോയിഡ് എഗ്രിമെന്റ് ആണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So, thank you for watching the video.